ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ പ്രശ്നങ്ങളെല്ലാം ഏകദേശം അവസാനിച്ചു. നന്ദുവിനും ഗൗരിക്കും വലിയൊരു നല്ലൊരു സമ്മാനം തന്നെ പോലീസ് സേന എല്ലാവരും കൂടി ചേർന്ന് കൊടുക്കുന്നത്. അങ്ങനെ അവിടെ പ്രശ്നങ്ങൾ അവസാനിച്ചു. ഇനി വേറെ കുഴപ്പമൊന്നുമില്ല, എനിക്കും ഗൗരിക്കും ശാന്തിപുരത്തേക്ക് പോകാം എന്നൊക്കെ ആയിരുന്നു നന്ദ വിചാരിച്ചിരുന്നത്. പക്ഷെ നമ്മൾ എപ്പോഴാണോ ഒരു പ്രശ്നം അവസാനിച്ചു ഇനി സ്വസ്ഥമായിട്ട് ജീവിക്കാം എന്ന് വിചാരിക്കുന്നത്, അവിടെ ആയിരിക്കും അടുത്ത പ്രശ്നത്തിലുള്ള തുടക്കം കുറിക്കുന്നത്. നമ്മൾ എത്രത്തോളം പ്രശ്നങ്ങൾ വരുമോ അത്രത്തോളം തരണം ചെയ്ത് നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ കണ്ടുപിടിക്കുക, അതാണ്. അതുപോലെ തന്നെ ഇവിടെ നന്ദയ്ക്കും വലിയൊരു വെല്ലുവിളി തന്നെയാണ് നന്ദയ്ക്ക് ഇന്നത്തെ എപ്പിസോഡോടുകൂടി കിട്ടിയിരിക്കുന്നത്. ഇതോടുകൂടി സത്യം പറഞ്ഞാൽ ഒന്നെങ്കിൽ നന്ദയും ഗൗതമും ഒന്നിക്കും, ഇല്ലെങ്കിൽ നന്ദയും ഗൗതമും എന്നേക്കുമായിട്ട് പിരിയും. പക്ഷെ ഗൗരിയെ നന്ദയ്ക്ക് നഷ്ടമാകും. എന്താണ് സംഭവിക്കുക, അല്ലെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ കാരണം ഇത്രയും ഉണ്ടാകാൻ കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തോന്നിയത്, എന്നേക്കുമായിട്ട് നന്ദയും ഗൗതമും പിരിയാൻ വേണ്ടിയിട്ട് പോകുവാണ്. അവിടെ നന്ദയ്ക്ക് തൻ്റെ കുഞ്ഞിനെ തന്നെ നഷ്ടമാകുന്ന സാധ്യതകളാണ് കാണുന്നതെന്ന്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇന്ന് ഗൗരിക്കും നന്ദുവിനും കൂടി ഒരുപോലെ തന്നെ നല്ലൊരു കാര്യം തന്നെയാണ് അവർ ചെയ്തത്. ഒരുപാട് കുട്ടികളെ പിടിച്ചുകൊണ്ട് പോയി അവയവം കടത്തുന്ന ആ ഒരു മാഫിയെ തന്നെ പിടികൂടാനായിട്ട് നന്ദുവും ഗൗരിയും കാരണം പോലീസ് സേനയ്ക്ക് സാധിച്ചു. അതിന്റെ ഒരു ആദരവ് തന്നെയായിരുന്നു ഗൗരിക്കും നന്ദുവിനും കൂടി ചേർത്ത് പോലീസ് സേന എല്ലാവരും കൂടി ഒരുക്കിയത്. അപ്പോൾ നന്ദുവിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഗൗതം പറഞ്ഞു. അതെല്ലാം കേട്ടിട്ട് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. പക്ഷേ ഗൗതം മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. എൻ്റെ നന്ദു ഈ ഒരു നിലയിൽ എത്താൻ കാരണം, അവൻ ഇത്രയും വലിയൊരു നിലയിൽ എത്താൻ കാരണം അവൻ്റെ അമ്മയായ പിങ്കി ആയിരുന്നു, പ്രിയംവദയാണെന്ന് പറഞ്ഞപ്പോൾ നന്ദയുടെ ചങ്കൊന്നിടിച്ചു. താൻ എത്രയൊക്കെ ആണെങ്കിലും ഗൗതമിനെ താൻ വെറുക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും പിങ്കിയെ കുറച്ചുകൂടി തൻ്റെ മുന്നിൽ വെച്ച് പുകഴ്ത്തി സംസാരിക്കുന്നത് കാണുമ്പോൾ നന്ദയ്ക്ക് അത്രത്തോളം വേദന തന്നെയായിരുന്നു. എങ്കിലും ആ വേദനകളെല്ലാം നന്ദ കടിച്ചു പിടിച്ച് തൻ്റെ മകൾക്ക് വേണ്ടിയിട്ട് കടിച്ചമർത്തിയിരുന്നു. അടുത്ത് ഗൗരിയെ വേദിയിലേക്ക് ക്ഷണിച്ചു. വേദിയിലേക്ക് ക്ഷണിച്ചതിന് ശേഷം ഗൗരിക്ക് സമ്മാനം, പോലീസ് എല്ലാവരും കൂടി ചേർന്ന് ഗൗരിക്ക് സമ്മാനം നൽകി. ആ സമ്മാനം നൽകിയതിന് ശേഷം ഗൗരിയോട് ചോദിക്കുകയാണ്, ഗൗരിയോട് ഓരോ കാര്യങ്ങൾ ഇതിനെപ്പറ്റി ചോദിക്കുന്നുണ്ട്. ഓരോ കാര്യങ്ങൾ പറയാനായിട്ട് പറഞ്ഞു. ഗൗരിക്ക് പോലീസ് ആകാനായിട്ടുള്ള താല്പര്യം കൊണ്ടാണോ, ഗൗരിക്ക് പോലീസ് ആകാനുള്ള ആഗ്രഹം കൊണ്ടാണോ ഇങ്ങനെ ഒരു പോലീസ് വേഷത്തിൽ വന്നതെന്നായിരുന്നു അവിടെ എല്ലാവരും കൂടി ചേർന്ന് ഗൗരിയോട് ചോദിച്ചത്. എന്നാൽ ഗൗരി അതിനുള്ള ഉത്തരമേ അല്ല പറഞ്ഞത്. എല്ലാവരും ഗൗരിയുടെ ഉത്തരത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുമായിരുന്നു, നന്ദയാണെങ്കിലും പിങ്കി ആണെങ്കിലും ഗൗതമാണെങ്കിലും. എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ഗൗരിയുടെ ആ ഒരു വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത്. എനിക്ക് പോലീസ് ആവാനല്ല എൻ്റെ ഇപ്പോഴത്തെ ആഗ്രഹം, എനിക്ക് എൻ്റെ അച്ഛനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ ആഗ്രഹമെന്നും, എൻ്റെ അച്ഛനെ കുറിച്ച് ഒരു കാര്യവും അമ്മ പറഞ്ഞിട്ടില്ല. എനിക്ക് അച്ഛനെ കാണണമെന്ന് ആഗ്രഹമുണ്ട്, എൻ്റെ അച്ഛനെ എന്നെ നോക്കുന്നത് കാണാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. എനിക്ക് നന്ദുവിൻ്റെ പപ്പയെ ഭയങ്കര ഇഷ്ടമാണ്. നന്ദുവിൻ്റെ പപ്പ അഡോപ്റ്റ് ചെയ്തതാണെങ്കിൽ പോലും അത്രത്തോളം സ്നേഹത്തോടു കൂടിയാണ് നന്ദുവിൻ്റെ പപ്പ നന്ദുവിനെ നോക്കുന്നത്, കെയർ ചെയ്യുന്നത്. നന്ദുവിൻ്റെ ഓരോ കാര്യങ്ങളും നന്ദുവിൻ്റെ പപ്പ ചെയ്തു കൊടുക്കുന്നുണ്ട്. നന്ദു ഇപ്പൊ ഇങ്ങനെ ഒരു സാധനം വേണം, അല്ലെങ്കിൽ തനിക്ക് ആവശ്യമുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്ദുവിന്റെ പപ്പ അതെല്ലാം വാങ്ങിച്ചു കൊടുക്കും. എനിക്കും അതുപോലെ ഒരു അച്ഛനെയാണ് ആവശ്യമെന്നും, അതുകൊണ്ട് നന്ദുവിന്റെ പപ്പയെ എനിക്ക് തരാമോ, എന്നെ ഒന്ന് അഡോപ്റ്റ് ചെയ്യാമോ എന്ന് എല്ലാവരുടെ മുന്നിൽ വെച്ച് ഗൗതമിനോട് ഗൗരി ആവശ്യപ്പെട്ടു. എന്നെ അഡോപ്റ്റ് ചെയ്യാമോ, നന്ദുവിനെ പോലെ എന്നെയും നോക്കാമോ, നന്ദുവിനൊപ്പം എന്നെയും കൊണ്ടുപോകാമോ എന്നൊക്കെ ചോദിച്ചു. അതൊക്കെ കേട്ടപ്പോൾ എല്ലാവർക്കും വലിയൊരു ഷോക്കായിരുന്നു. പിങ്കിക്കും നന്ദയ്ക്കും അത് വലിയൊരു ഷോക്ക് തന്നെയായിരുന്നു. പിങ്കി അവിടെ അതെല്ലാം കേട്ടിട്ട് ഭയങ്കര പിങ്കിക്ക് ദേഷ്യമുണ്ട്, പക്ഷെ അതോടൊപ്പം തന്നെ സങ്കടവുമുണ്ട്. അങ്ങനെ ആ ഒരു രണ്ട് രീതിയിലായിരുന്നു പിങ്കി നിന്നത്. അങ്ങനെ ഭയങ്കര സങ്കടത്തോടു കൂടി പിങ്കി എന്ത് ചെയ്യണം, എനിക്കല്ലെങ്കിൽ എന്ത് പറയണമെന്ന് ആലോചിച്ച് ഗൗതം ഭയങ്കര ഷോക്കായിരുന്നു. അങ്ങനെ കുറെ നേരം ഗൗതം ഇങ്ങനെ കാത്തു നിന്നു. ഗൗരി ഈ ഒരു കാര്യം തന്നെ ആവർത്തിച്ച് പറഞ്ഞു, എന്നെ അഡോപ്റ്റ് ചെയ്യാമോ.
അപ്പോൾ അതൊക്കെ കേട്ടിട്ട് നന്ദ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നന്ദ പറയുവാണ്, ഗൗരി നിർത്ത്, ഗൗരി മതി, ഇതോടെ കൂടി നിർത്ത്, മതി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതൊന്നും കേൾക്കാനായിട്ട് ഗൗരി തയ്യാറായിരുന്നില്ല. അമ്മേ ഞാൻ പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും ഇത് തന്നെ ഗൗരി ആവർത്തിച്ചു. ഇല്ലെങ്കിൽ ഒരു കാര്യം ഞാൻ നന്ദുവിന്റെ പപ്പയെ ഞാൻ അഡോപ്റ്റ് ചെയ്തോട്ടെ, ഞാൻ കൊണ്ടുപോയിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ എന്നെ അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു പപ്പയെ കിട്ടും, എൻ്റെ കാര്യങ്ങൾ നോക്കാനായിട്ടും ഞാൻ പറയുന്ന കാര്യങ്ങൾ എനിക്ക് വാങ്ങിച്ചു തരാനൊക്കെ ആയിട്ടും എനിക്കൊരു പപ്പയെ കിട്ടും. അപ്പൊ എൻ്റെ പേര് എനിക്ക് മാറ്റാലോ, എൻ്റെ പേരും എനിക്ക് മാറ്റാമല്ലോ, ഗൗരി നന്ദ ഗൗതം എന്ന് എൻ്റെ പേര് എനിക്ക് മാറ്റാമല്ലോ എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ കേട്ടപ്പോൾ നന്ദയ്ക്ക് ഭയങ്കര സങ്കടമായിരുന്നു. എന്നാൽ ഈ ഒരു ഫംഗ്ഷൻ കാണാനായിട്ട് നിർമ്മലും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നിർമ്മലും ഇതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര സങ്കടമായി. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ നന്ദയും ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് അവസാനം നന്ദ അവിടെ എല്ലാവരോടുമായിട്ട് പറഞ്ഞു, എല്ലാവരും ക്ഷമിക്കണം, എൻ്റെ മോള് അറിവില്ലാതെ പറഞ്ഞു പോയതാണ്, അവളൊരു കുട്ടിയല്ലേ, അപ്പോൾ അവൾ അറിവില്ലാതെ പറഞ്ഞു പോയതാണ്, എല്ലാവരും അവളോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് നന്ദ എല്ലാവരോടുമായിട്ട് ക്ഷമ ചോദിക്കുകയും ഗൗരിയുടെ ആ മൈക്കൊക്കെ പിടിച്ച് മാറ്റി വെച്ചതിന് ശേഷം ഗൗരിയെ വഴക്ക് പറഞ്ഞു. മാത്രമല്ല ഗൗതമിനോടും നന്ദ ക്ഷമ ചോദിച്ചു. എന്നിട്ട് ഗൗരിയും കൊണ്ട് നേരെ തൻ്റെ വീട്ടിലോട്ട് പോകുവാണ്. അപ്പൊ ഇതൊക്കെ കണ്ടപ്പോൾ നന്ദയ്ക്ക് ഭയങ്കര സങ്കടമായി. എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇങ്ങനെ ഗൗരി പറയണമെങ്കിൽ എല്ലാവരും ചിന്തിക്കത്തില്ലേ, ഗൗരിയുടെ അമ്മ ഗൗരി അത്രത്തോളം സ്നേഹിക്കുന്നില്ല അല്ലെങ്കിൽ അത്രത്തോളം നോക്കുന്നില്ല എന്ന് ആ ഒരു ഫീല് വരും എന്ന് നന്ദയ്ക്കും ആ ഒരു കാര്യം ഓർത്തിട്ട് തന്നെയാണ് നന്ദയ്ക്ക് കൂടുതലും സങ്കടമായത്. തിരികെ വീട്ടിലെത്തിയതിനു ശേഷം ഗൗരിയെ ഇതിനെപ്പറ്റി ചോദിച്ചുകൊണ്ട് നന്ദ ഒരുപാട് വഴക്ക് പറഞ്ഞു. അപ്പൊ ഈ സമയത്ത് നിർമ്മൽ ഇതെല്ലാം കേട്ടുകൊണ്ട് വന്നു. അപ്പൊ നിർമ്മൽ പുറത്തു നിൽക്കുമായിരുന്നു. നന്ദ പറയുന്ന ഓരോ വാക്കുകളും നിർമ്മലും കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഗൗരി ഒരുപാട് വഴക്ക് പറഞ്ഞു എന്ന് മാത്രമല്ല, നിനക്ക് നാണമില്ലേ ഗൗരി എല്ലാവരുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ സംസാരിക്കാനായിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് നന്ദ ഒരുപാട് വഴക്ക് പറയുകയും, നീ ഇപ്പോ എന്നെയും കൂടിയാണ് അപമാനിച്ചത് ഗൗരി, നീ ഇങ്ങനെ എനിക്ക് അച്ഛനെ വേണം, എനിക്ക് അച്ഛനെ കാണണം, അല്ലെങ്കിൽ എന്നെ ഒന്ന് അഡോപ്റ്റ് ചെയ്യാമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ഇത്രയും നാളും നിന്നെ നോക്കിയതിൽ എന്തർത്ഥമാണുള്ളത്? ഇന്ന് വരെ നിന്റെ കാര്യം ഞാൻ നോക്കാതിരുന്നിട്ടുണ്ടോ? നിന്നെ ഞാൻ സ്കൂളിൽ നിന്ന് വന്ന ഉടനെ തന്നെ നിന്നെ ഞാൻ എന്താ ഒരു അർജന്റ് കാര്യത്തിന് ഞാൻ നിന്നാൽ പോലും നിന്നെ വിളിക്കാറില്ലേ, നിന്റെ കാര്യങ്ങൾ നോക്കാറില്ലേ, നിന്റെ കൂടെ ഇരുന്ന് കഥ കേൾക്കാറില്ലേ? അങ്ങനെ ഒരു അച്ഛന്റെ സ്നേഹം എങ്ങനെയാണോ നിനക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നില്ലേ, പക്ഷെ നീ എന്താ എന്നോട് കാണിച്ചതെന്ന് പറഞ്ഞ് ഗൗരിയെ ഒരുപാട് വഴക്ക് പറയുകയും ഇത് കേട്ടോണ്ട് വന്നിട്ട് നിർമ്മല് നന്ദയെ തടഞ്ഞു. അങ്ങനെ ഗൗരി അകത്തോട്ട് അമ്മയോട് ഞാൻ ഇനി മിണ്ടത്തില്ല എന്ന് പറഞ്ഞ് സങ്കടത്തോടു കൂടി അകത്തോട്ട് കയറി പോകുവാണ്. അപ്പോൾ ഗൗരിയെ നന്ദ വഴക്ക് പറഞ്ഞതിനും ഗൗരി ആ സ്റ്റേജിൽ വെച്ച് ഗൗതമിനോട് അങ്ങനെ ചോദിച്ചതിനെ എല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നിർമ്മല് നന്ദയും വഴക്ക് പറഞ്ഞു. നന്ദ ചെയ്യുന്നത് ക്രൂരതയാണ്. ഗൗരിയുടെ അച്ഛൻ ഇതാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയണം, അല്ലെങ്കിൽ ഗൗതമിനോട് നന്ദ സത്യം തുറന്നു പറയണം. അല്ലാതെ നന്ദ ഒന്നും ചെയ്യാതെ നന്ദയുടെ വാശിയും കൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ സംഭവിക്കത്തുള്ളൂ, അല്ലെങ്കിൽ നന്ദയുടെ വാശിയും കൊണ്ട് പോയി കഴിഞ്ഞാൽ എന്തർത്ഥമാണുള്ളതെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ദേഷ്യപ്പെട്ടു, ഒരുപാട് വഴക്ക് പറഞ്ഞു. ഇതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര സങ്കടത്തോടു കൂടി നന്ദ നിൽക്കുവാണ്. അവസാനം നന്ദ ചോദിച്ചു, നിർമ്മല കുടിച്ചിട്ടുണ്ടോ? അതെ ഞാൻ കുടിച്ചിട്ടുണ്ട്. ഇത്രയും കേൾക്കുമ്പോൾ ഗൗരി അവിടെ നിന്ന് സ്റ്റേജിൽ നിന്ന് അത്രയും പറയുമ്പോൾ നന്ദ ഇപ്പോൾ ഗൗരി വഴക്ക് പറയുമ്പോഴെല്ലാം ഞാൻ ഇങ്ങനെ ആരാണെങ്കിൽ പോലും കുടിച്ചു പോകും, അത്രത്തോളം എനിക്കും വേദനയുണ്ടെന്നൊക്കെ പറയുമ്പോഴും നന്ദ തന്റെ ഭാഗം ന്യായീകരിച്ചുകൊണ്ട് നിർമ്മലിനെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകാനായിട്ട് പറഞ്ഞു. കുടിച്ചുകൊണ്ട് വരുന്ന ആൾക്കും ഈ വീട്ടിൽ സ്ഥാനമില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് നിർമ്മലിനെ ഇറക്കി വിട്ടു. അപ്പോഴും നന്ദയുടെ മനസ്സിൽ താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളൊരു ചിന്ത തന്നെയാണ് നന്ദയുടെ മനസ്സിൽ. പക്ഷേ സത്യങ്ങൾ ഗൗരി അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഗൗരി ഇത് തന്നെ ആവർത്തിക്കുമെന്ന് നന്ദയ്ക്ക് അറിയാം. ഇനി എന്ത് ചെയ്യണമെന്ന് നന്ദയ്ക്ക് അറിയത്തില്ല. പക്ഷേ നന്ദ അറിയാതെ നടന്ന സംഭവത്തിന് എല്ലാം നന്ദയാണ് കുറ്റക്കാരി എന്ന് പറഞ്ഞുകൊണ്ട് നന്ദയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുവാണ് അരുന്ധതിയും മഹേശ്വരനും പിന്നെ ലക്ഷ്മിയും. ഇങ്ങനെ ഒരു സംഭവം നടന്നുവെന്നും അത് ഗൗതം പറഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. പക്ഷേ ഗൗരി അങ്ങനെ അത്രത്തോളം പറയണമെന്നുണ്ടെങ്കിൽ ഗൗരിയെ സ്ക്രൂ കയറ്റി വിട്ടത് നന്ദയാണ്. ഇനിയിപ്പോ ഗൗരി വളർന്നു വരുന്ന അതും പെൺകുട്ടിയാണ്. അപ്പോൾ വളർന്നു വരുമ്പോൾ അവൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം, നല്ല താമസ സൗകര്യം കൊടുക്കണം, അവൾ വളർന്നു വന്ന് നല്ലൊരാളെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു വിടണം. അങ്ങനെ ഒരുപാട് പ്രാരാബ്ധങ്ങൾ നമുക്കുണ്ട്. അപ്പൊ അതിൽ നിന്നെല്ലാം ഒളിച്ചോടാൻ വേണ്ടിയിട്ടാണ്, അതിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് നന്ദ ഇങ്ങനെ ഗൗരിയോട് പറയുകയും എന്നിട്ട് ആ വലിയൊരു സദസ്സിൽ നിന്ന് ഗൗരിയെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിച്ചതെന്നുമാണ് അവിടെ അരുന്ധതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ വെച്ചാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. പക്ഷെ ഇനി എന്ത് സംഭവിക്കാം? ഗൗരി അങ്ങനെ ഒരു ചോദ്യം ഗൗതമിന്റെ മുഖത്ത് നോക്കി ചോദിച്ചു കഴിഞ്ഞു. നിർമ്മലും അതെല്ലാം കേട്ട സ്ഥിതിക്ക് നിർമ്മലും നല്ല ദേഷ്യത്തിലാണ്. ഇനി ഈ സത്യങ്ങളെ ഗൗതം അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക?
ഗൗരിയെയും നന്ദയും സ്വീകരിക്കുമോ, അതോ ഗൗരിയെ തന്നിൽ നിന്നും അകറ്റി നിർത്തിയതിന് നന്ദയ്ക്കെതിരെ ഗൗതം എന്തെങ്കിലും കേസ് കൊടുക്കുമോ, അല്ലെങ്കിൽ നന്ദയെ അകറ്റി നിർത്തുമോ, നന്ദയെ തകർക്കാനായിട്ട് ശ്രമിക്കുമോ? ഈ ഒരു പ്രശ്നം കൊണ്ട് തന്നെ ഒന്നെങ്കിൽ നന്ദയും ഗൗതമും ഒന്നിക്കും, ഗൗരിയും എല്ലാവരുമായിട്ട് സന്തോഷത്തോടെ ജീവിക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ നന്ദയും ഗൗതമുമായിട്ട് അകലും. എന്തൊക്കെയാണെങ്കിലും ഗൗതം സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അത് ബാധിക്കാൻ പോകുന്നത് പിങ്കിയെ ആയിരിക്കും. ഇനി എന്തൊക്കെ സംഭവിക്കും, ഇതിന് മുന്നോടിയായിട്ട് എങ്ങനെയായിരിക്കും കഥ മുന്നോട്ട് പോവുക എന്നത് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം. അതുവരേക്കും ടാറ്റാ ബൈ.